പുറത്തുനിന്ന് നോക്കുന്നവർക്ക് പ്രൗഢിയുടെയും അഹങ്കാരത്തിന്റെയും പ്രതീകമായിരുന്നു വർമാവില്ല. എന്നാൽ ആ കൂറ്റൻ തറവാട്ട് സൗധത്തിലേക്ക് നടന്നു കയറിയവർ ആരും അവിടെ ഒരു പെൺകുട്ടിയുടെ കണ്ണീരും തകർന്ന സ്വപ്നങ്ങളും വീർപ്പുമുട്ടുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. ആ വിശാലമായ അടുക്കളയിൽ പ്രഭാതത്തിലെ പുക ഉയരും മുമ്പേ കാവ്യ തന്റെ ജോലികൾ തുടങ്ങിയിരുന്നു. കട്ടികൂടിയ പട്ടുസാരിയുടെ തലപ്പ് ഇടുപ്പിൽ കുത്തിവെച്ച് നരവീണ മുടി ഭംഗിയായി കെട്ടിവെച്ച ഗോമതിയമ്മ പൂമുഖത്തെ ചൂരൽ കസേരയിൽ വന്നിരുന്നു. അവരുടെ കയ്യിൽ സ്ഫടിക ഗ്ലാസ്സിലെ ചൂട് ചായയുണ്ടായിരുന്നു. പൂമുഖത്ത് നിന്ന് അടുക്കളയിലേക്ക് നോക്കി അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എടി കാവ്യ, ഈ കാപ്പിയിൽ പാലിന് പകരം വെള്ളമാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. പാവപ്പെട്ട വീട്ടിൽ നിന്നും കയറി വന്നതാണെന്ന് കരുതി ഈ വീട്ടിലുള്ളവരുടെ നാവിന്റെ രുചി അറിയാതെ പോകരുത്. അടുക്കളയിൽ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്ന കാവ്യയുടെ കൈകൾ ഒരു നിമിഷം വിറച്ചു. അവളുടെ കണ്ണുകളിൽ ഈറനണിഞ്ഞു. എങ്കിലും ഒരു ദീർഘശ്വാസത്തോടെ അവൾ കണ്ണീർ തുടച്ചു. മാതാപിതാക്കളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കോളേജ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് അവൾ ഈ വീട്ടിലേക്ക് മരുമകളായി കയറി വന്നത്. വിവേകുമായുള്ള വിവാഹം ഉറപ്പിക്കുമ്പോൾ ഗോമതിയമ്മയും കുടുംബവും പറഞ്ഞത്, ഞങ്ങൾക്ക് പണമോ ആഭരണമോ വേണ്ട, നല്ല സ്വഭാവ ഗുണമുള്ള ഒരു പെൺകുട്ടിയെ മതി എന്നായിരുന്നു. എന്നാൽ ഈ പടിവാതിൽ കടന്നതിന് ശേഷമാണ് ആ വാക്കുകൾക്ക് പിന്നിലെ അഹങ്കാരം അവൾ തിരിച്ചറിഞ്ഞത്. രീതിയിലുള്ള വസ്ത്രധാരണത്തോടെ മുടി ബ്രഷ് ചെയ്തുകൊണ്ട് ഇറങ്ങി വന്ന വിവേകിന്റെ സഹോദരി കവിത പൂമുഖത്തേക്ക് വന്ന് അമ്മയുടെ അടുത്തിരുന്നു. അമ്മേ, ആ ഇംഗ്ലീഷ് മാഗസിൻ ഒന്നിങ്ങോട്ടെടുത്തേ. ഈ വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് വയ്യ. ഇവിടെ ആർക്കെങ്കിലും ഒന്ന് സംസാരിക്കാൻ അറിയാമോ? എനിക്ക് വേണ്ട ക്വാളിറ്റിയുള്ള ഒരാൾ പോലും ഈ വീട്ടിലില്ല. കാവ്യ കേൾക്കാൻ പാകത്തിൽ അവൾ ഉറക്കെ പറഞ്ഞു. കാവ്യ അന്നത്തെ പ്രഭാത ഭക്ഷണം മേശപ്പുറത്തെടുത്ത് വെക്കുകയായിരുന്നു. മേശപ്പുറത്തിരുന്ന പത്രത്തിന്റെ ഇംഗ്ലീഷ് വാർത്തകളിലേക്ക് അവളുടെ കണ്ണുകൾ അറിയാതെ പോയി. രാജ്യത്തെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചുള്ള സങ്കീർണമായ ഒരു ലേഖനമായിരുന്നു അത്. അവളുടെ മനസ്സ് ആ വരികൾ എളുപ്പത്തിൽ വായിച്ചെടുത്തു. BSc മാത്തമാറ്റിക്സിന് കോളേജിൽ ഒന്നാമതായിരുന്നു. ലൈബ്രറിയിലെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു തീർത്ത ആ പഴയ കാവ്യ അവളുടെ ഉള്ളിൽ ഉണർന്നു. എന്താടി പത്രത്തിൽ നോക്കി നിൽക്കുന്നത്? വിവേകിന്റെ ശബ്ദം കേട്ടാണ് അവൾ ഞെട്ടിയത്. ഓഫീസ് വസ്ത്രങ്ങൾ ധരിച്ച് താഴേക്ക് വന്ന വിവേക് കാവ്യയെ പുച്ഛത്തോടെ നോക്കി. നിനക്കിതിലേക്ക് നോക്കിയാൽ എന്തെങ്കിലും മനസ്സിലാകുമോ? ABCD തപ്പിത്തടഞ്ഞ് വായിക്കുന്നവളാ പത്രത്തിലെ ഇംഗ്ലീഷിലേക്ക് നോക്കി നിൽക്കുന്നത്. നിന്റെയൊക്കെ ഭാഗ്യം കൊണ്ട് ഈ വീട്ടിൽ ജീവിക്കുന്നു, അത്ര തന്നെ. കാവ്യ ഒന്നും പറഞ്ഞില്ല. താൻ മിടുക്കോടെ പഠിച്ചിരുന്ന കാലവും പെട്ടെന്നുണ്ടായ അച്ഛന്റെ രോഗവും കടബാധ്യതകൾ കാരണം പഠനം നിർത്തേണ്ടി വന്നതും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. വിവേക് തന്റെ ഭർത്താവാണ്, ഒപ്പം നിൽക്കേണ്ടവനാണ്. എന്നാൽ അമ്മയുടെയും സഹോദരിയുടെയും പരിഹാസങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് അവൻ എപ്പോഴും ചെയ്യുന്നത്. വിവേക്, അവളോട് ഇത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഗോമതി അമ്മ കാപ്പി ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള തലച്ചോറ് ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? 4 അക്ഷരം പഠിച്ചവരാണെങ്കിലല്ലേ ഇതിന്റെയൊക്കെ വില അറിയൂ. ഇവിടെയുള്ള വേലക്കാരികൾക്ക് പോലും നിന്നേക്കാൾ വിവരമുണ്ട്. വിവേക് അത് കേട്ട് ഉറക്കെ ചിരിച്ചു. അതേ അമ്മേ, അടുത്ത ആഴ്ച നമ്മുടെ കമ്പനിയുടെ പുതിയ പ്രൊജക്ട് ലോഞ്ച് ഉണ്ട്. വിദേശത്ത് നിന്നുള്ള ക്ലയൻസ് ഒക്കെ വരുന്നുണ്ട്. ഇവളെ പാർട്ടിക്ക് കൊണ്ടുവന്നാൽ ഞാൻ നാണം കെടും. വീട്ടുജോലി ചെയ്യാൻ മാത്രം കൊള്ളാം. കാവ്യയുടെ ഹൃദയം തകർന്നു പോയി. കവിളിലൂടെ ഒരു തുള്ളി കണ്ണീർ താഴത്തേക്ക് ഇറ്റു വീണു. എങ്കിലും അവൾ വാതിലിന് പിന്നിലേക്ക് മാറി നിന്നു. തൻ്റെ വിദ്യാഭ്യാസമില്ലായ്മയല്ല, മറിച്ച് സാഹചര്യങ്ങൾ കാരണം തനിക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളെയാണ് ഇവർ പരിഹസിക്കുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നാൽ താൻ കേവലം ഒരു വേലക്കാരിയല്ലെന്നും തൻ്റെ ഉള്ളിൽ അറിവിൻ്റെ വലിയൊരു വെളിച്ചമുണ്ടെന്നും തെളിയിക്കാൻ ഒരു ദിവസം വരുമെന്ന് ആ നിശബ്ദതയിലും അവൾ ഉറച്ചു വിശ്വസിച്ചു. അന്നത്തെ പ്രഭാതത്തിലെ അപമാനങ്ങൾക്ക് ശേഷവും കാവ്യയുടെ മനസ്സിലെ മുറിവുകൾ ഉണങ്ങിയിരുന്നില്ല. വീട്ടുജോലികൾ ഓരോന്നായി ചെയ്തു തീർക്കുമ്പോഴും അമ്മായിയമ്മയുടെയും നാത്തൂൻ്റെയും കളിയാക്കലുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഉച്ച കഴിഞ്ഞതോടെ വർമ്മ വില്ലയിലേക്ക് അതിഥികളുടെ വരവ് തുടങ്ങി. ഗോമതിയമ്മയുടെ അടുത്ത ബന്ധുക്കളും കവിതയുടെ പണവും വിദ്യാഭ്യാസവും ഉള്ളതിൻ്റെ പേരിൽ അഹങ്കാരികളായ കൂട്ടുകാരികളും പങ്കെടുക്കുന്ന ഒരു ചെറിയ വിരുന്ന് അന്ന് വൈകുന്നേരം അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മരുമകൾ എന്ന പരിഗണനയോടെ വിരുന്നുകാരുടെ മുന്നിലേക്ക് വരാൻ കാവ്യ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഗോമതി അമ്മ അവളെ പാടെ ഒഴിവാക്കി. എടി കാവ്യേ, അകത്തിരുന്ന് അതിഥികൾക്കുള്ള പലഹാരങ്ങളും ചായയും റെഡിയാക്കിയാൽ മതി. വെറുതെ പുറത്തേക്ക് വന്ന് എൻ്റെ ആൾക്കാരുടെ മുന്നിൽ നിൽക്കണ്ട. നിന്റെ കോലം കണ്ടാൽ തന്നെ ഈ വീടിൻ്റെ അന്തസ് പോകും. ഗോമതി അമ്മ കടുപ്പത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും ഹാൾ മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞു. വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു. കവിത തൻ്റെ സുഹൃത്തുക്കളുടെ നടുവിലിരുന്ന് ഇംഗ്ലീഷിൽ ഉച്ചത്തിൽ സംസാരിച്ച് അഹങ്കാരം നടിക്കുകയായിരുന്നു. ഈ സമയത്താണ് അടുക്കളയിൽ നിന്നും ചായയുമായി കാവ്യ ഹാളിലേക്ക് വന്നത്. ഒരു സാധാരണ കോട്ടൺ സാരി ഉടുത്ത് കൈകളിൽ ട്രേയും പിടിച്ചെത്തിയ കാവ്യയെ കണ്ടതും കൂട്ടുകാരികളിൽ ഒരാൾ ചോദിച്ചു, ഹേയ് കവിത, ഇതാരാ? നിങ്ങളുടെ പുതിയ വേലക്കാരിയാണോ? കാണാൻ കുഴപ്പമില്ലല്ലോ. അത് കേട്ടതും കവിത ഉറക്കെ ചിരിച്ചു. ഏയ് അല്ലടി, ഇതാണ് വിവേകേട്ടൻ്റെ ഭാര്യ.
വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ്. അമ്മയുടെ നിർബന്ധം കാരണം കിട്ടിയതാണ്. ആളൊരു ഗ്രാമീണ പെൺകുട്ടിയായതുകൊണ്ട് വീട്ടുജോലിയൊക്കെ നന്നായി ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ മറ്റു വേലക്കാരെ ഒന്നും നിർത്തിയിട്ടില്ല. അതിഥികൾക്കിടയിൽ ചിരി പടർന്നു. കാവ്യയുടെ കൈകൾ വിറച്ചു. ട്രേയിലുണ്ടായിരുന്ന കപ്പുകൾ ചെറുതായി ശബ്ദമുണ്ടാക്കി. എങ്കിലും അവൾ കവിതയും കടിച്ചമർത്തി എല്ലാവർക്കും ചായ പകർന്നു നൽകി. പെട്ടെന്നാണ് ഗോമതി അമ്മയുടെ ചേച്ചിയും തറവാട്ടിലെ മുതിർന്ന അംഗവുമായ സുഭദ്രയമ്മ അങ്ങോട്ട് വന്നത്. അവർ വിദേശത്ത് വർഷങ്ങളോളം ജീവിച്ച തികച്ചും പാശ്ചാത്യ ശൈലി പിന്തുടരുന്ന ആളായിരുന്നു. കയ്യിൽ ഒരു ഇംഗ്ലീഷ് ലൈഫ് സ്റ്റൈൽ മാഗസിനുമായാണ് അവർ വന്നത്. ഗോമതി, നിന്റെ ഈ പുതിയ മരുമകൾക്ക് കാര്യമായിട്ട് വിവരമില്ലെന്ന് കവിത പറയുന്നത് കേട്ടല്ലോ, സത്യമാണോ അത്? സുഭദ്രാമ്മ ചോദിച്ചു. പിന്നല്ലാതെ ചേച്ചി, 4ാം ക്ലാസ് പാസ്സായി വിവരമേ ഉള്ളൂ. ഇംഗ്ലീഷിലെ ഒരു വാക്ക് പോലും വായിക്കാൻ അറിയില്ല. പിന്നെ ഇവളെ കൊണ്ട് ആകെയുള്ള ഉപകാരം ഈ വീട്ടുജോലിയാണ്. അത് നന്നായി ചെയ്യാനറിയാം. ഗോമതി അമ്മ എല്ലാവരും കേൾക്കെ കാവ്യയെ തരം താഴ്ത്തി പറഞ്ഞു. അത്രയ്ക്ക് വിദ്യാഭ്യാസമില്ലാത്തവളാണോ ഇവൾ? സുഭദ്രയമ്മ തന്റെ കയ്യിലിരുന്ന ഇംഗ്ലീഷ് മാഗസിൻ തുറന്ന് അതിലെ ഒരു ഇംഗ്ലീഷ് ആർട്ടിക്കിളിലേക്ക് വിരൽ ചൂണ്ടി കാവ്യയ്ക്ക് നേരെ നീട്ടി. എന്നാൽ നീ ഇതൊന്ന് ഉറക്കെ വായിക്കു കുട്ടി. ഇതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ. ഹാളിലുണ്ടായിരുന്ന വിരുന്നുകാരും കവിതയുടെ സുഹൃത്തുക്കളും അടക്കം എല്ലാവരുടെയും ശ്രദ്ധ കാവ്യയിലേക്ക് തിരിഞ്ഞു. ഗോമതിയമ്മയും കവിതയും പരിഹാസത്തോടെ അവളെ നോക്കി ചിരിച്ചു. വായിക്കു കാവ്യ. ഇംഗ്ലീഷ് പത്രവും പുസ്തകവും ഒക്കെ കാണുമ്പോൾ വലിയ കാര്യത്തിൽ നോക്കി നിൽക്കാറുണ്ടല്ലോ. ഇതും കൂടെ ഒന്ന് വായിക്ക്. വിവേക് ഹാളിന്റെ ഒരു കോണിൽ നിന്നും പുച്ഛത്തോടെ വിളിച്ചു പറഞ്ഞു. കാവ്യ ആ മാഗസിനിലേക്ക് നോക്കി. സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമായിരുന്നു അത്. BSc മാത്തമാറ്റിക്സിൽ ഉയർന്ന മാർക്കോടെ പാസ്സായ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അതീവ പാണ്ഡിത്യമുള്ള കാവ്യയ്ക്ക് ആ വരികൾ വളരെ ലളിതമായിരുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് അത് സുഗമമായി വായിച്ചു തീർക്കാനും അതിൻ്റെ ആശയം മുഴുവൻ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കാനും അവൾക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ തൻ്റെ അറിവ് ഈ അപമാനത്തിന്റെ നടുവിൽ വെച്ച് തെളിയിക്കേണ്ട ഒന്നല്ലെന്ന് അവൾ ഉറപ്പിച്ചു. താൻ വായിച്ചാൽ ഇവരുടെ അഹങ്കാരത്തിന് തൽക്കാലം ഒരു ശമനമുണ്ടാകും. എന്നാൽ തനിക്ക് നേരെ ഉയർന്ന ഈ വലിയ പരിഹാസങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഇതിലും വലിയൊരു അവസരം തനിക്ക് ലഭിക്കുമെന്ന് അവളുടെ ഉള്ളിലെ ബുദ്ധിമതിയായ പെൺകുട്ടി പറഞ്ഞു. കാവ്യ തലതാഴ്ത്തി മാഗസിൻ തിരിച്ചു കൊടുത്ത്, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല വല്യമ്മേ, വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു. അത് കേട്ടതും ഹാളിൽ വലിയൊരു ചിരിയല അടിച്ചു. ഗോമതി അമ്മ വിജയശ്രീലാളിതയായി നിന്നു. കണ്ടോ ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ ഇവക്ക് ABCD പോലും അറിയില്ലെന്ന്. കവിതയും കൂട്ടുകാരികളും അവളെ വീണ്ടും കളിയാക്കാൻ തുടങ്ങി. വിരുന്നുകാരുടെ അപഹാസ്യ ചിരികൾക്കിടയിലൂടെ കാവ്യ അടുക്കളയിലേക്ക് നടന്നു. കണ്ണുകളിൽ നിന്നും പെയ്യുന്ന കണ്ണീർ തുള്ളികൾ തുടയ്ക്കുമ്പോഴും അവളുടെ മനസ്സ് തളർന്നില്ല. അവൾ ആരും കാണാതെ തറവാട്ടിലെ പഴയ ലൈബ്രറിയിലേക്ക് നടന്നു. ആരും കാണാതെ ഒളിച്ചു വെച്ചിരുന്ന അവളുടെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ കയ്യിലെടുത്തു. എന്നെ കളിയാക്കുന്നവർ അറിയുന്നില്ല, എൻ്റെ ഈ മൗനം തോൽവിയല്ല. അവർ അഭിമാനിക്കുന്ന ഈ പണത്തെക്കാളും പദവിയെക്കാളും വലിയൊരറിവ് എൻ്റെ ഉള്ളിലുണ്ടെന്ന് തെളിയിക്കുന്ന ആ നിമിഷത്തിനായി ഞാൻ കാത്തിരിക്കും. കാവ്യ നിശബ്ദമായി സ്വയം ഉറപ്പിച്ചു. വിരുന്നുകാരുടെ അപഹാസ്യ ചിരികളും പരിഹാസവാക്കുകളും അടങ്ങിയെങ്കിലും തറവാടിന്റെ പൂമുഖത്ത് അപ്പോഴും അഹങ്കാരത്തിന്റെ പുകപടലങ്ങൾ അവശേഷിച്ചിരുന്നു. ഗോമതിയമ്മയും കവിതയും വിരുന്നുകാർ പോയ ശേഷവും കാവ്യയെക്കുറിച്ചുള്ള തമാശകൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നു. വിവേക് തന്റെ മുറിയിൽ ലാപ്ടോപ്പിൽ ജോലി ചെയ്യുമ്പോഴും ഭാര്യയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെടുന്നതിന് പകരം ഭാഗ്യം ആൾക്കാരുടെ മുന്നിൽ കൂടുതൽ നാണം കിട്ടില്ല എന്ന ആശ്വാസത്തിലായിരുന്നു. എന്നാൽ തറവാടിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള വർഷങ്ങളായി പൂട്ടിയിട്ടിരുന്ന ആ ലൈബ്രറിയിൽ ഒരു ചെറിയ വിളക്കിന്റെ വെളിച്ചം തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. വീട് മുഴുവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണ അർദ്ധരാത്രിയിൽ കാവ്യ അവിടെ തനിച്ചിരിക്കുകയായിരുന്നു. പൊടി പിടിച്ച ആ വലിയ മുറിയിലെ മേശപ്പുറത്ത് അവൾ തൻ്റെ പഴയൊരു ബാഗ് തുറന്നു വെച്ചു. അതിൽ നിന്നും വളരെ സൂക്ഷ്മതയോടെ ഒരു ഫയൽ അവൾ പുറത്തെടുത്തു. കോളേജിൽ പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിൽ 1ാം റാങ്ക് നേടിയതിൻ്റെ മെറിറ്റ് സർട്ടിഫിക്കറ്റ്, ഒപ്പം ഇംഗ്ലീഷ് ഉപന്യാസ മത്സരങ്ങളിലും ഡിബേറ്റുകളിലും അവൾ വാരിക്കൂട്ടിയ സർട്ടിഫിക്കറ്റുകളും മെഡലുകളും. സർട്ടിഫിക്കറ്റിൽ തൻ്റെ പേരിന് മുകളിലൂടെ വിരലോടിച്ചപ്പോൾ കാവ്യയുടെ കണ്ണ് അറിയാതെ നിറഞ്ഞു. ഓർമ്മകൾ പിന്നിലേക്ക് പോയി. ദരിദ്രമെങ്കിലും സ്നേഹം നിറഞ്ഞതായിരുന്നു കാവ്യയുടെ കുടുംബം. കോളേജിൽ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്ന മിടുക്കിയായ വിദ്യാർത്ഥിനിയായിരുന്നു അവൾ. പ്രൊഫസർമാർ പോലും കാവ്യ ഭാവിയിൽ വലിയൊരു പദവിയിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഉറപ്പിച്ച് പറയാറുണ്ടായിരുന്നു. കോളേജ് ലൈബ്രറിയിലെ സാമ്പത്തിക ശാസ്ത്രവും ഇംഗ്ലീഷ് സാഹിത്യവും അടങ്ങുന്ന കട്ടിയുള്ള പുസ്തകങ്ങൾ മണിക്കൂറുകൾ കൊണ്ട് വായിച്ചു തീർക്കുന്നതായിരുന്നു അവളുടെ പ്രധാന ഹോബി. എന്നാൽ വിധിയുടെ വിളയാട്ടം പോലെ പെട്ടെന്നാണ് അച്ഛന് ഗുരുതരമായ രോഗം ബാധിക്കുന്നത്. ആശുപത്രി ചെലവുകളും അച്ഛൻ്റെ ചികിത്സയും കാരണം ആ കുടുംബം വലിയ കടക്കെണിയിലായി. അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാനും സഹോദരങ്ങളുടെ പട്ടിണി മാറ്റാനും വേണ്ടി കാവ്യയ്ക്ക് തൻ്റെ പ്രാണനായ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ആ സമയത്താണ് വിവേകിൻ്റെ ആലോചന വരുന്നത്.
ഞങ്ങൾക്ക് ആഭരണമോ പണമോ ഒന്നും വേണ്ട. വീട്ടുകാര്യങ്ങൾ നന്നായി നോക്കുന്ന നല്ലൊരു പെൺകുട്ടിയെ മതി എന്ന ഗോമതിയമ്മയുടെ വാക്ക് കേട്ട് കുടുംബത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ് കാവ്യ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് താനൊരു വേലക്കാരിയേക്കാൾ തരം താണ അവസ്ഥയിലാണ് ജീവിക്കേണ്ടി വരുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. കണ്ണീർ തുടച്ച് കാവ്യ ആ ഫയൽ വീണ്ടും ബാഗിലേക്ക് വെച്ചു. തുടർന്ന് മേശപ്പുറത്തിരുന്ന അന്നത്തെ ഇംഗ്ലീഷ് പത്രമെടുത്തു. ദീപനാളത്തിൻ്റെ വെളിച്ചത്തിൽ അവൾ ആ പത്രത്തിലെ ഇംഗ്ലീഷ് വാർത്തകൾ വളരെ വേഗത്തിൽ ഉറക്കെ വായിക്കാൻ തുടങ്ങി. അതിലെ ഓരോ വാക്കുകളുടെ അർത്ഥവും രാജ്യത്തെ പുതിയ സാമ്പത്തിക നയങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളും അവൾ മനസ്സിൽ വിശകലനം ചെയ്തു. എനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് എന്നെ പരിഹസിച്ചവർ, എനിക്ക് അറിവില്ലെന്ന് പറഞ്ഞ് എന്നെ വേലക്കാരിയെപ്പോലെ കാണുന്നവർ, അവർ അറിയുന്നില്ല അറിവെന്നത് പണം കൊണ്ടുവാങ്ങാൻ കഴിയുന്ന ഒന്നല്ലെന്ന് കാവ്യ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് ലൈബ്രറിയുടെ വാതുക്കൾ ഒരു ചെറിയ ശബ്ദം കേട്ടു. കാവ്യ ഞെട്ടിപ്പോയി. പത്രം വേഗത്തിൽ മടക്കി വെച്ച് അവൾ എഴുന്നേറ്റു. വാതിലിന് സമീപത്ത് ആരുടെയോ ഒരു നിഴൽ കണ്ടതുപോലെ അവൾക്ക് തോന്നി. ആരാവിടെ? കാവ്യ ഭയത്തോടെ ചോദിച്ചു. ലൈബ്രറിയുടെ വാതുക്കൽ നിഴൽ കണ്ട ഭാഗത്തേക്ക് ഭയത്തോടെയും സംശയത്തോടെയും നോക്കി നിൽക്കുകയായിരുന്നു കാവ്യ. ആ സമയം വാതിലിന് പിന്നിൽ നിന്നും ഇറങ്ങി വന്നത് തറവാട്ടിലെ പ്രായമായ വേലക്കാരൻ ശങ്കരേട്ടനായിരുന്നു. അയ്യോ, ഇത് ഞാനാണ് മോളെ. കയ്യിൽ ഒരു പഴയ ടോർച്ചുമായി ശങ്കരേട്ടൻ മുന്നോട്ട് വന്നു. കാവ്യ കയ്യിലുണ്ടായിരുന്ന ഫയലും പത്രവും വേഗത്തിൽ മടക്കി വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ശങ്കരേട്ടൻ അത് കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ അത്ഭുതവും സന്തോഷവും നിറഞ്ഞു. മോളെ, നീ പത്രം വായിക്കുകയായിരുന്നല്ലേ? ഈ വലിയ തറവാട്ടിൽ ആരും കാണാതെ ഈ ഇരുട്ടത്തിരുന്ന് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന നിന്നെ ഞാൻ കുറച്ചു ദിവസങ്ങളായി കാണുന്നുണ്ട്. എന്തിനാ മോളെ ഈ തങ്കം പോലത്തെ അറിവ് നീ ഒളിച്ചു വെക്കുന്നത്? അവർ നിന്നെ വിദ്യാഭ്യാസമില്ലാത്തവളെന്ന് പറഞ്ഞ് അപമാനിക്കുമ്പോൾ നിനക്ക് സത്യം പറഞ്ഞൂടെ? ശങ്കരേട്ടൻ്റെ ശബ്ദത്തിൽ അനുകമ്പ നിറഞ്ഞു നിന്നു. കാവ്യ ദീർഘനിശ്വാസമെടുത്തു. ശങ്കരേട്ടാ, ഇതാരും അറിയരുത്. എൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം കാരണം പാതി വഴിയിൽ പഠനം നിർത്തിയതാണ്. പണത്തിൻ്റെ അഹങ്കാരമുള്ളവരുടെ മുന്നിൽ ഞാൻ പോയി എൻ്റെ ബിരുദത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ അത് വിശ്വസിക്കില്ല. പകരം വീണ്ടും കളിയാക്കും. ശരിയായ ഒരു സമയം വരും. അന്ന് ഈ വീട്ടുകാർ തിരിച്ചറിയും അറിവിൻ്റെ വില. ശങ്കരേട്ടൻ ആ വാഗ്ദാനം സ്വീകരിച്ച് നിശബ്ദനായി തലയാട്ടി. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. വർമ്മ വില്ലയിൽ വലിയൊരു ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയായിരുന്നു. വിവേകിൻ്റെ കുടുംബ ബിസിനസ്സായ വർമ്മ എൻ്റർപ്രൈസസിന് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നാഴികക്കല്ല് കൈവരാൻ പോകുന്നു. ഒരു വിദേശ മൾട്ടിനാഷണൽ കമ്പനിയുമായി കോടികളുടെ പുതിയ ബിസിനസ് കരാർ ഒപ്പിടാൻ പോകുന്ന ദിവസമായിരുന്നു അത്. ഈ വലിയ വിജയം ആഘോഷിക്കാൻ ഗോമതിയമ്മ വീട്ടിൽ വലിയൊരു സൽക്കാരം സംഘടിപ്പിച്ചു. സിറ്റിയിലെ പ്രമുഖ ബിസിനസ്സുകാരും വിവേകിൻ്റെ കൂട്ടുകാരും അന്ന് വീട്ടിലേക്ക് എത്താനിരിക്കുകയാണ്. രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരം വിവേക് വളരെ സന്തോഷവാനായിരുന്നു. അമ്മേ, ഈ ഡീൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ മൂല്യം 10 ഇരട്ടിയാകും. നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരിൽ ഒരാളായി ഞാൻ മാറും. വിവേക് ഗോമതിയമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാം എൻ്റെ മോൻ്റെ കഴിവാണ്, ഗോമതിയമ്മ അഭിമാനത്തോടെ പറഞ്ഞു. തുടർന്ന് അങ്ങോട്ട് വന്ന കാവ്യയെ കണ്ടതോടെ അവരുടെ ശബ്ദം വീണ്ടും കടുപ്പമേറിയതായി. എടി കാവ്യേ, വൈകുന്നേരം വലിയ വലിയ ആളുകളൊക്കെ വരുന്നുണ്ട്. നീ ആ പഴയ സാരിയും ഉടുത്ത് അവരുടെ മുന്നിലേക്ക് വന്ന് എൻ്റെ മോൻ്റെ വില കളയരുത്. അടുക്കളയിൽ അവർക്ക് വേണ്ട വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മതി. പുറത്തേക്ക് അധികം ഇറങ്ങേണ്ട. കാവ്യ ഒന്നും മിണ്ടാതെ തലയാട്ടി അടുക്കളയിലേക്ക് നടന്നു. അതിനിടെ വിദേശ കമ്പനിയുടെ പ്രതിനിധികൾ അയച്ച കോൺട്രാക്ട് ഡോക്യുമെന്റ്സ് ഡ്രാഫ്റ്റ് കൊറിയർ വഴി വീട്ടിലെത്തി. വിവേക് ഓഫീസിലേക്ക് പോയതുകൊണ്ട് ഗോമതിയമ്മ ആ കവർ വാങ്ങി പൂമുഖത്തെ മേശപ്പുറത്ത് വെച്ചു. ചേട്ടൻ വന്നിട്ട് ഇതൊപ്പിട്ടാൽ മതി, അതുവരെ ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കവിതയും ഗോമതിയമ്മയും വിശ്രമിക്കാനായി തങ്ങളുടെ മുറികളിലേക്ക് പോയി. പൂമുഖം അടിച്ചു വാരാനായി എത്തിയ കാവ്യയുടെ കണ്ണുകൾ മേശപ്പുറത്തിരുന്ന ആ കവറിലേക്ക് വീണു. കവറിന് മുകളിൽ ഇംഗ്ലീഷിൽ വലിയ അക്ഷരങ്ങളിൽ കോൺഫിഡൻഷ്യൽ ലീഗൽ എഗ്രിമെൻറ്റ് എന്നെഴുതിയിരുന്നു. ആ രേഖകൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന വലിയൊരു അപകടത്തെക്കുറിച്ച് ആ വീട്ടിൽ ആരും അറിഞ്ഞിരുന്നില്ല. സന്ധ്യ മയങ്ങിയതോടെ വർമ്മാവില്ല ദീപാലങ്കാരങ്ങളാൽ ശോഭിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരും ബിസിനസ് പ്രമുഖരും വിദേശ പ്രതിനിധികളും അടങ്ങുന്ന വലിയൊരു ജനക്കൂട്ടം തറവാട്ട് മുറ്റത്ത് തടിച്ചുകൂടി. മനോഹരമായ വെളിച്ചവും പാശ്ചാത്യ സംഗീതവും ആ അന്തരീക്ഷത്തെ വിദേശീയ ശൈലിയിലാക്കി മാറ്റി. വിവേക് കറുത്ത ഷൂട്ടണിഞ്ഞ് എല്ലാവരുടെയും കേന്ദ്രബിന്ദുവായി നടന്നു. ഗോമതിയമ്മയും കവിതയും അവരുടെ വില കൂടിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും പ്രദർശിപ്പിച്ച് അതിഥികൾക്കിടയിൽ അഹങ്കാരത്തോടെ നടന്നു. അതിഥികൾക്കിടയിലേക്ക് സാധാരണക്കാരുടെ വേഷത്തിൽ തികച്ചും വിനീതയായി കാവ്യ കടന്നു വന്നു. അതിഥികൾക്ക് പലഹാരങ്ങളും പാനീയങ്ങളും വിളമ്പുന്ന ജോലിയിലായിരുന്നു അവൾ. വിദേശ കമ്പനിയുടെ പ്രധാന പ്രതിനിധികളിൽ ഒരാളായ ഒരു മുതിർന്ന വിദേശി കാവ്യയുടെ അടുത്തേക്ക് വന്നു. അവൻ തികച്ചും ഔദ്യോഗികമായി ഇംഗ്ലീഷിൽ അവളോട് എന്തോ ചോദിച്ചു. കാവ്യയ്ക്ക്
അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലായി. എന്നാൽ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ച് സംസാരിച്ചാൽ ഗോമതി അമ്മയ്ക്ക് ദേഷ്യം വരുമെന്നോർത്ത് അവൾ കൈ ചൂണ്ടി വഴി കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. ഈ കാഴ്ച ദൂരത്ത് നിന്ന് കണ്ട ഗോമതി അമ്മ ദേഷ്യത്തോടെ അങ്ങോട്ട് പാഞ്ഞെടുത്തു. കാവ്യയുടെ കയ്യിൽ ശക്തിയായി പിടിച്ചു വലിച്ച് അവളെ പിന്നിലേക്ക് മാറ്റി നിർത്തി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ VIP-കളുടെ മുന്നിലേക്ക് വരരുതെന്ന്? ഗോമതി അമ്മ ഉറക്കെ ആക്രോശിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. അമ്മേ, അദ്ദേഹം ഓഫീസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കാവ്യ വിശദീകരിക്കാൻ ശ്രമിച്ചു. മിണ്ടിപ്പോകരുത്. ഗോമതി അമ്മ അവളുടെ വാക്ക് തടഞ്ഞു. അതിഥികളെ നോക്കി അവർ പരിഹാസത്തോടെ പറഞ്ഞു, ഇതെൻ്റെ മരുമകളാണ്. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ്. ABCD എഴുതി കൊടുത്താൽ അത് കറക്റ്റായിട്ട് വായിക്കാൻ പോലും അറിയില്ല. സ്വന്തം പേര് ഇംഗ്ലീഷിൽ എഴുതാനും അറിയില്ല. വിദേശികൾ സംസാരിക്കുമ്പോൾ കേട്ടു നിൽക്കുന്നത് കണ്ടില്ലേ? ഇംഗ്ലീഷിലെ ഏതെങ്കിലും വാക്ക് നിന്റെ തലയിൽ കയറുമൂടി. കവിതയും കൂട്ടുകാരും അത് കേട്ട് ഉറക്കെ ചിരിച്ചു. അതെ, ഇവക്ക് വീട്ടുജോലിയും പാത്രം കഴുകലുമല്ലാതെ വേറെ ഒന്നും അറിയില്ല. ഇവളോട് ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. കവിതയും കൂട്ടിച്ചേർത്തു. വിവേക് ഇതൊന്നും തടയാൻ ശ്രമിച്ചില്ല. പകരം, അമ്മേ, ഇവളെ വേഗം അകത്തേക്ക് പറഞ്ഞു വിട്. ക്ലയൻസിൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ അന്തസ്സ് കളയാൻ ഓരോരോ അവതാരങ്ങൾ. അത് പറഞ്ഞ് കാവ്യയെ അപമാനിച്ചു. അതിഥികൾക്കിടയിൽ കാവ്യ കേവലം ഒരു തമാശ കഥാപാത്രമായി മാറി. വേലക്കാർ പോലും അവളെ അനുകമ്പയോടെയും പരിഹാസത്തോടെയും നോക്കി. കവിളിലൂടെ കണ്ണുനീരൊഴുകിയെങ്കിലും കാവ്യ തല ഉയർത്തിപ്പിടിച്ച് അകത്തേക്ക് നടന്നു. അടുക്കളയിലേക്ക് പോകും വഴി പൂമുഖത്തെ മേശപ്പുറത്തിരുന്ന പ്രധാനപ്പെട്ട ആ കോൺട്രാക്ട് പേപ്പർ അവളുടെ കണ്ണിൽപ്പെട്ടു. ആരും ശ്രദ്ധിക്കാത്ത ആ നിമിഷത്തിൽ അവൾ ആ കവർ തുറന്നു. ആ കട്ടികൂടിയ ഇംഗ്ലീഷ് നിയമവ്യവസ്ഥകൾ വായിക്കാൻ തുടങ്ങിയ കാവ്യയുടെ കണ്ണുകൾ ഞെട്ടലോടെ വികസിച്ചു. ആ കരാറിൽ ഒപ്പുവെച്ചാൽ വിവേകിൻ്റെ മുഴുവൻ സ്വത്തുക്കളും ബിസിനസ്സും ആ വിദേശ കമ്പനിയുടെ കൈകളിലേക്ക് മാറുമെന്നും വിവേക് അറിയാതെ അവനെ പെരുവഴിയിലാക്കാൻ തയ്യാറാക്കിയ വഞ്ചനാപരമായ കരാറാണിതെന്നും കാവ്യയ്ക്ക് ഒരൊറ്റ വായനയിൽ മനസ്സിലായി. അവളെ വിദ്യാഭ്യാസമില്ലാത്തവളെന്ന് പറഞ്ഞ് അപമാനിച്ച അതേ വീട്ടുകാരുടെ ജീവനും സ്വത്തും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തകർന്നടിയാൻ പോകുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. മേശപ്പുറത്ത് നിന്ന് വായിച്ച ഓരോ വരികളും കാവ്യയുടെ നെഞ്ചിലേക്ക് സൂചിമുന പോലെ തറച്ചു കയറി. ആ ഇംഗ്ലീഷ് കരാർ രേഖകളുടെ 5-ാമത്തെ പേജിൽ വളരെ ചെറിയ അക്ഷരങ്ങളിൽ ചേർത്തിരിക്കുന്ന ആ ചെറിയ വാചകമായിരുന്നു ആ വലിയ ചതി. കമ്പനിയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി നിലവിലുള്ള ഡയറക്ടർമാരുടെ മുഴുവൻ വ്യക്തിഗത സ്വത്തുക്കളും ബാങ്ക് ഗ്യാരണ്ടിയായി നൽകേണ്ടതാണ്. കരാർ ഒപ്പിടുന്ന നിമിഷം മുതൽ 3 മാസത്തിനുള്ളിൽ നിർദ്ദിഷ്ട ലക്ഷ്യം കൈവരിച്ചില്ലെങ്കിൽ വിദേശ കമ്പനികൾക്ക് ഈ സ്വത്തുക്കൾ മുഴുവൻ ലേലം ചെയ്യാനുള്ള പൂർണ്ണ അവകാശമുണ്ടായിരിക്കും. ആ തട്ടിപ്പിന്റെ വ്യാപ്തി കാവ്യ എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞു. 3 മാസത്തിനുള്ളിൽ എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര വലിയൊരു ലക്ഷ്യമായിരുന്നു അതിൽ വെച്ചിരുന്നത്. അതായത് വിവേക് അറിയാതെ അവനെ പെരുവഴിയിലാക്കാനും വർമ്മ തറവാടടക്കം മുഴുവൻ സ്വത്തുക്കളും തട്ടിയെടുക്കാനുമുള്ള ആസൂത്രിതമായ ചതിയായിരുന്നു ആ കരാർ. അപ്പോഴേക്കും വിവേകും ഗോമതിയമ്മയും സന്തോഷത്തോടെ വിദേശ പ്രതിനിധികൾക്കൊപ്പം പൂമുഖത്തേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. കൺഗ്രാജുലേഷൻസ് വിവേക്, നമ്മുടെ ബിസിനസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നിമിഷമാണിത്. ആ കരാർ പത്രങ്ങൾ ഇങ്ങെടുക്കൂ, നമുക്കിപ്പോൾ തന്നെ ഒപ്പിടാം, ഗോമതിയമ്മ ആവേശത്തോടെ പറഞ്ഞു. വിദേശ കമ്പനിയുടെ ഡയറക്ടർ മിസ്റ്റർ വിൽസൺ പേന തയ്യാറാക്കി വെച്ചു. ഇനി ഒപ്പുവെക്കാൻ ഏതാനും സെക്കൻഡുകൾ മാത്രം. വിവേകിൻ്റെ മുഖത്ത് വിജയച്ചിരി പടർന്നു. വേലക്കാരനായ ശങ്കരേട്ടൻ ഭയത്തോടെ കാവ്യയെ നോക്കി. എന്തോ വലിയൊരു അപകടം നടക്കാൻ പോകുന്നുവെന്ന് കാവ്യയുടെ മുഖഭാവത്തിൽ നിന്നും ശങ്കരേട്ടന് മനസ്സിലായി. മേശപ്പുറത്ത് വെച്ചിരുന്ന കരാർ ഫയലിലേക്ക് വിവേക് കൈനീട്ടി. തൻ്റെ കുടുംബത്തെയും ഭർത്താവിനെയും പെരുവഴിയിലാക്കാൻ പോകുന്ന ആ പേന തുമ്പിലേക്ക് വിവേക് വിരലുകൾ അമർത്താൻ തുടങ്ങിയതും കാവ്യയുടെ മനസ്സിൽ 1000 വിചാരങ്ങൾ ഒന്നിച്ചു പാഞ്ഞു. അവർ തന്നെ എത്ര അപമാനിച്ചാലും തൻ്റെ കൺമുന്നിൽ വെച്ച് തൻ്റെ കുടുംബം തകർന്നു പോകുന്നത് കണ്ടു നിൽക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അപമാനത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് കരാറിൽ വിവേക് ഒപ്പിടാൻ ആഞ്ഞ നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കാവ്യ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിൽക്കൂ, അതിൽ ഒപ്പിടരുത്. വിവേകേട്ടാ, ആ കരാർ ഒരു ചതിയാണ്, അതിൽ ഒപ്പിടരുത്. ഹാളിലുണ്ടായിരുന്ന വിദേശ പ്രതിനിധികളും അതിഥികളും ഗോമതിയമ്മയും വിവേകും ഒരു നിമിഷം ഒരുപോലെ ഞെട്ടിത്തെറിച്ചു. സംഗീതവും ചിരികളും പെട്ടെന്ന് നിലച്ചു. എല്ലാവരുടെയും കണ്ണുകൾ അവിശ്വസനീയതയോടെ കാവ്യയിലേക്ക് തിരിഞ്ഞു. കാവ്യയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ട് ഹാളിലുണ്ടായിരുന്ന ആളുകളെല്ലാം ഒരു നിമിഷത്തേക്ക് നിശബ്ദരായി. വിദേശ പ്രതിനിധികൾ അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ഗോമതിയമ്മയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. എന്താടി ഇത്? ഗോമതിയമ്മ കാവ്യയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്ത് അവരുടെ കയ്യിൽ ശക്തിയായി പിടിച്ചു. ഇത്രയും വലിയ ആളുകളുടെ മുന്നിൽ വെച്ച് എൻ്റെ മോൻ്റെ വിജയം തടുക്കാൻ നിനക്ക് ഇത്ര ധൈര്യമോ? നിനക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? വിവേക് പേന താഴെ വെച്ച് ദേഷ്യത്തോടെ കാവ്യയുടെ അടുത്തേക്ക് വന്നു. കാവ്യ, നിന്റെ പരിധി വിടുന്നുണ്ട്. ഇംഗ്ലീഷ് ഒരക്ഷരം പോലും തിരിഞ്ഞു വായിക്കാൻ അറിയാത്ത നീയാണോ ഈ വലിയ ബിസിനസ് കരാറിനെ കുറിച്ച് സംസാരിക്കുന്നത്? അടങ്ങി ഒരിടത്ത് പോയി നിൽക്ക്. കവിതയും കൂട്ടുകാരും അതിഥികളുടെ മുന്നിൽ വെച്ച് വീണ്ടും കളിയാക്കാൻ തുടങ്ങി. പാത്രം കഴുകുന്നവൾക്ക് ബിസിനസ് ഉപദേശിക്കാൻ തോന്നിയത് കണ്ടില്ലേ?
എന്നാൽ കാവ്യ തളർന്നില്ല. അവൾ ആരുടെയും വാക്കുകൾ കൂട്ടാക്കാതെ വിവേകിന്റെ കയ്യിലിരുന്ന കരാർ ഫയൽ വാങ്ങി തുറന്നു. വിവേകേട്ടാ, എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചോളൂ, പക്ഷേ ഈ ഒപ്പിടരുത്. കാരണം ഇതിന്റെ 5-ാമത്തെ താളിൽ ഒരു വലിയ ചതി എഴുതി വെച്ചിട്ടുണ്ട്. കാവ്യ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. വിവേക് ഞെട്ടലോടെ ആ ഫയലിലേക്ക് നോക്കി. വിദേശ കമ്പനിയുടെ പ്രതിനിധിയായ മിസ്റ്റർ വിൽസന്റെ മുഖത്ത് പെട്ടെന്ന് പരിഭ്രാന്തി പടർത്തി. വാട്ട് ഈസ് ഷീ സേയിങ്? വിൽസൺ ദേഷ്യം അഭിനയിച്ചുറക്കെ ചോദിച്ചു. വിവേക്, ഈ വേലക്കാരി പറയുന്നത് കേട്ട് സമയം കളയരുത്. അവൾക്ക് എന്തറിയാം? ഗോമതിയമ്മ കാവ്യയുടെ കയ്യിൽ നിന്നും ഫയൽ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ കാവ്യ അത് നൽകാതെ എല്ലാവരും കേൾക്കെ ആ കരാറിലെ സങ്കീർണമായ ഇംഗ്ലീഷ് വാചകങ്ങൾ സുഗമമായും വ്യക്തമായ ഉച്ചാരണത്തോടെയും ഉറക്കെ വായിക്കാൻ തുടങ്ങി. അവളുടെ നാവിലൂടെ പുറത്തു വന്ന തെറ്റില്ലാത്ത ഇംഗ്ലീഷ് ഉച്ചാരണവും വായനാശൈലിയും കേട്ട് ഹാളിലുണ്ടായിരുന്ന എല്ലാവരുടെയും വായടഞ്ഞുപോയി. ഗോമതിയമ്മയും വിവേകും കവിതയും വിശ്വസിക്കാനാവാതെ കണ്ണു തള്ളി കാവ്യയെ നോക്കി നിന്നു. കാവ്യയുടെ ഇംഗ്ലീഷ് വായന കേട്ട് ഹാളിൽ ശ്വാസമടക്കി പിടിച്ച ഒരു നിശബ്ദത പടർന്നു. ഇതുവരെ അവളെ വേലക്കാരിയെന്നും വിവരമില്ലാത്തവളെന്നും വിളിച്ച് ആക്ഷേപിച്ചവർക്കെല്ലാം അതൊരു വലിയ ആഘാതമായിരുന്നു. ഗോമതിയമ്മ തരിച്ചു നിന്നു. വിവേകിന്റെ കയ്യിലിരുന്ന പേന താഴെ വീണു. വായിച്ചു നിർത്തിയ ശേഷം കാവ്യ ആ ഫയൽ മേശപ്പുറത്തേക്ക് വെച്ചു. എന്നിട്ട് തികഞ്ഞ ഗൗരവത്തോടെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അത് മലയാളത്തിൽ വിശദീകരിക്കാൻ തുടങ്ങി. വിവേകേട്ടാ, ഈ കരാറിലെ ക്ലോസ് 14B അനുസരിച്ച് അവർ നൽകുന്ന ലക്ഷ്യം 3 മാസത്തിനകം കൈവരിച്ചില്ലെങ്കിൽ വർമ്മ എന്റർപ്രൈസസിന്റെ 51% ഓഹരികളും ഈ തറവാടും അവരുടെ സ്വന്തമാകും. അവർ ഓഫർ ചെയ്യുന്ന ഈ കോടികളുടെ ഫണ്ട് ഒരു ലോൺ മാത്രമാണ്. അത് തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ വീടും ബിസിനസ്സും ലേലം ചെയ്യാൻ വിദേശ കമ്പനിക്ക് പൂർണ്ണ അവകാശമുണ്ട്. ഇതൊരു പങ്കാളിത്ത കരാറല്ല, നമ്മളെ പൂർണ്ണമായി തെരുവിലാക്കാനുള്ള ആസൂത്രിതമായ ചതിയാണ്. കാവ്യയുടെ വാക്കുകൾ കേട്ട് വിദേശ പ്രതിനിധിയായ മിസ്റ്റർ വിൽസന്റെ മുഖം വിളറി. അവൻ ഭയത്തോടെ തൻ്റെ സഹപ്രവർത്തകരെ നോക്കി. വിവേക് വേഗത്തിൽ ആ ഫയലെടുത്ത് ആ പേജിലെ വരികൾ ഓരോന്നായി പരിശോധിച്ചു. അവൻ ബിസിനസ് പഠിച്ചവനാണ്. കാവ്യ പറഞ്ഞ ഓരോ വാക്കും 100% ശരിയാണെന്ന് അവന് ബോധ്യപ്പെട്ടു. വിവേകിന്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ദേഷ്യം സഹിക്കാനാവാതെ വിവേക് വിദേശ കമ്പനി ഡയറക്ടർക്ക് നേരെ തിരിഞ്ഞു. മിസ്റ്റർ വിൽസൺ, ഈ വഞ്ചന ഞങ്ങളോട് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? എൻ്റെ കമ്പനിയും സ്വത്തും തട്ടിയെടുക്കാൻ തയ്യാറാക്കിയ ഈ വ്യാജ കരാറിൽ ഒപ്പുവെപ്പിക്കാനാണോ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നത്? ഹാളിലുണ്ടായിരുന്ന അതിഥികൾക്കിടയിൽ വലിയ സംസാരമുണ്ടായി. വിദേശ പ്രതിനിധികൾ തങ്ങളുടെ അപമാനം മറയ്ക്കാൻ ഒന്നും പറയാനാവാതെ ഫയലുകളും എടുത്ത് അവിടെ നിന്ന് വേഗത്തിൽ ഇറങ്ങിപ്പോയി. ഹാളിൽ നിശബ്ദത തളം കെട്ടി. വിവേക് തളർന്ന് കസേരയിലേക്കിരുന്നു. ഈ ഒപ്പുവെക്കൽ നടന്നിരുന്നെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ താൻ ഭിക്ഷക്കാരനാകുമായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് ഗോമതിയമ്മ കാവ്യയ്ക്ക് നേരെ തിരിഞ്ഞു. അഹങ്കാരം പൂർണ്ണമായും തകർന്നുവെങ്കിലും അവരുടെ കണ്ണുകളിൽ അത്ഭുതവും സംശയവുമായിരുന്നു. കാവ്യ, നിനക്ക് എങ്ങനെ ഇതൊക്കെ മനസ്സിലായി? ഇത്രയും കട്ടിയുള്ള ഇംഗ്ലീഷ് നിയമങ്ങൾ വായിക്കാനും അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും നിനക്കെങ്ങനെ സാധിച്ചു? അതുവരെ മിണ്ടാതിരുന്ന ശംഖുവേട്ടൻ മുന്നോട്ട് വന്നു. ഞാൻ പറയാം കൊച്ചമ്മേ, നിങ്ങളൊക്കെ ഈ കുട്ടിക്ക് വിവരമില്ലെന്ന് പറഞ്ഞ് വേലക്കാരിയെ പോലെ അകറ്റി നിർത്തിയപ്പോൾ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ലൈബ്രറിയിലിരുന്ന പുസ്തകങ്ങളും പത്രങ്ങളും വായിക്കുന്ന കാവ്യയെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. കാവ്യ അകത്തുപോയി തന്റെ പഴയ ഫയലുമായി തിരിച്ചു വന്നു. അവൾ അത് വിവേകിന്റെയും ഗോമതിയമ്മയുടെയും മുന്നിലേക്ക് വെച്ചു. വിവേക് അത് തുറന്നു നോക്കി. യൂണിവേഴ്സിറ്റി തലത്തിൽ BSc മാത്തമാറ്റിക്സിന് 1ാം റാങ്ക് നേടിയ കാവ്യയുടെ സർട്ടിഫിക്കറ്റുകളും ഇംഗ്ലീഷ് ഡിബേറ്റുകളിൽ അവൾക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റുകളുമായിരുന്നു അതിൽ. കാവ്യ, നീ 1ാം റാങ്കുകാരിയാണോ? വിവേക് അവിശ്വസനീയതയോടെ ചോദിച്ചു. അതെ, കാവ്യ കണ്ണീരോടെ പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് അച്ഛൻ്റെ ചികിത്സയ്ക്കും കുടുംബത്തിനും വേണ്ടി ഞാൻ പഠനം ഉപേക്ഷിച്ചത്. ഞാൻ വിദ്യാഭ്യാസമില്ലാത്തവളാണെന്ന് കരുതി നിങ്ങൾ എന്നെ ഒരുപാട് അപമാനിച്ചു. പക്ഷെ അറിവെന്നത് പണം കൊണ്ട് അളക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന് നിങ്ങൾ ഇനി എന്ന് തിരിച്ചറിയും? കാവ്യയുടെ വാക്കുകൾ കേട്ട് ഗോമതിയമ്മയുടെയും കവിതയുടെയും വിവേകിന്റെയും തല അപമാനം കൊണ്ട് താഴേക്ക് കുനിഞ്ഞു. തങ്ങൾ ചവിട്ടിമെതിച്ച ആ പെൺകുട്ടിയാണ് ഇന്ന് തങ്ങളുടെ കുടുംബത്തെ വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷിച്ചതെന്ന സത്യം അവരെ പിടിച്ചുലച്ചു. ഹാളിൽ പരന്ന നിശബ്ദതയ്ക്ക് കനമേറി വന്നു. വിവേക് തന്റെ കൈകളിൽ ഇരുന്ന കാവ്യയുടെ സർട്ടിഫിക്കറ്റുകളിലേക്ക് വിറയ്ക്കുന്ന വിരലുകളോടെ വീണ്ടും വീണ്ടും നോക്കി. യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് എന്ന് സ്വർണ്ണ നിറത്തിൽ അച്ചടിച്ച ആ വാക്കുകൾ അവന്റെ അഹങ്കാരത്തിനേറ്റ വലിയൊരു പ്രഹരമായിരുന്നു. സ്വന്തം ഭാര്യയുടെ കഴിവുകളെയും അറിവിനെയും തിരിച്ചറിയാതെ അമ്മയുടെയും അനിയത്തിയുടെയും പരിഹാസങ്ങൾക്ക് കൂട്ടുനിന്ന ഓരോ നിമിഷവും അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. പണത്തിന്റെയും പദവിയുടെയും തിമിരം ബാധിച്ച തന്റെ കണ്ണുകൾക്ക് മുന്നിലാണ് ഇത്രയും വലിയൊരു അറിവിന്റെ വെളിച്ചമുണ്ടായിരുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. വിവേക് മെല്ലെ എഴുന്നേറ്റു. അവൻ കാവ്യയുടെ അടുത്തേക്ക് നടന്നു.
അവളുടെ കണ്ണുകളിൽ നിന്നും അപ്പോഴും കണ്ണീർ തുള്ളികൾ ഇറ്റി വീഴുന്നുണ്ടായിരുന്നു. കാവ്യ, വിവേകിന്റെ ശബ്ദമിടറി. എനിക്ക് എനിക്ക് നിന്നോട് എന്താണ് പറയേണ്ടതെന്നറിയില്ല. എന്നോട് ക്ഷമിക്കണമെന്ന വാക്കുപോലും ഞാൻ പറയുന്നത് തെറ്റാണ്. നിന്റെ വിദ്യാഭ്യാസമില്ലായ്മയല്ല, എൻ്റെ അഹങ്കാരത്തെയാണ് ഞാൻ ഇത്രയും കാലം തലയിലേറ്റി വെച്ചിരുന്നത്. ഈ ബിസിനസ്സും തറവാടും മാത്രമല്ല, എൻ്റെ മാനവും കൂടിയാണ് നീ ഇന്ന് രക്ഷിച്ചത്. വിവേക് കാവ്യയുടെ കൈകൾ പിടിച്ച് താണപേക്ഷിച്ചു. അതുവരെ മിണ്ടാതെ നിന്ന ഗോമതിയമ്മയുടെ അവസ്ഥ അതിനേക്കാൾ കഷ്ടമായിരുന്നു. അപമാനത്താലും കുറ്റബോധത്താലും അവരുടെ ശരീരമാസകലം വിറച്ചു. ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണെന്നും ABCD പോലും വായിക്കാൻ അറിയാത്തവളാണെന്നും പറഞ്ഞ് അതിഥികളുടെയും ഇന്ന് തങ്ങളെ തെരുവിൽ പോകുന്നതിൽ നിന്നും രക്ഷിച്ചത്. കവിത തല ഉയർത്താൻ പോലും കഴിയാതെ ഒരു കോണിൽ മാറി നിന്നു. ഇംഗ്ലീഷിൽ 4 വാക്ക് സംസാരിച്ച് അഹങ്കാരം നടിച്ചിരുന്ന താൻ കാവ്യയുടെ മുന്നിൽ എത്ര ചെറുതാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. ഗോമതിയമ്മ മെല്ലെ നടന്ന് കാവ്യയുടെ അടുത്തേക്ക് വന്നു. അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. കൈകൾ കൂപ്പി അവർ കാവ്യയുടെ മുന്നിൽ തല കുനിച്ചു. മോളെ കാവ്യ, ഗോമതിയമ്മയുടെ ശബ്ദം വിറച്ചു. നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഒരു വേലക്കാരിയെപ്പോലെ പണിയെടുപ്പിക്കാനായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു. പണത്തിന്റെ ഗർവ് കാരണം നിന്റെ ഉള്ളിലെ നിധി ഞാൻ കാണാതെ പോയി. ഈ വയസ്സുകാലത്ത് എൻ്റെ അഹങ്കാരത്തിന് ദൈവം തന്ന വലിയൊരു ശിക്ഷയാണിത്. എന്നോട് ക്ഷമിക്കടി മോളെ. അമ്മായിയമ്മ തൻ്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് കണ്ട കാവ്യ വേഗത്തിൽ അവരുടെ കൈകൾ പിടിച്ചു. അമ്മേ, അങ്ങനെ പറയരുത്. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും ഞാൻ തളരാതിരുന്നത് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച അറിവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. സാഹചര്യം കൊണ്ട് പഠനം നിർത്തേണ്ടി വന്നതാണ് എൻ്റെ സങ്കടം. അല്ലാതെ നിങ്ങളോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. കാവ്യയുടെ ആ വിശാല മനസ്സ് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളുടെയും വേലക്കാരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. താൻ ചവിട്ടിമെതിച്ച മരുമകൾ തന്നേക്കാൾ എത്രയോ ഉയരത്തിലാണെന്ന് ഗോമതിയമ്മ തിരിച്ചറിഞ്ഞു. അന്ന് രാത്രി വിവേക് തൻ്റെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഫയലുകളെല്ലാം കാവ്യയുടെ മുന്നിൽ കൊണ്ടുവച്ചു. കാവ്യ, ഇനി ഈ കമ്പനിയുടെ ഓരോ തീരുമാനവും നീ അറിയണം. നിന്റെ അറിവും ബുദ്ധിയുമാണ് വർമ്മ എന്റർപ്രൈസസിന് ഇനി ആവശ്യം, അവൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ കാവ്യയുടെ കണ്ണുകളിൽ വേറൊരു സ്വപ്നത്തിന്റെ വെളിച്ചമായിരുന്നു ഉണ്ടായിരുന്നത്. പാതി വഴിയിൽ മുടങ്ങിപ്പോയ തന്റെ പഠനം പൂർത്തിയാക്കുക എന്നതായിരുന്നു അവളുടെ ആഗ്രഹം. തറവാടിന്റെ പൂമുഖത്ത് പ്രഭാത സൂര്യന്റെ പൊൻവെളിച്ചം വീണു തുടങ്ങി. എന്നാൽ അന്നത്തെ പ്രഭാതത്തിന് വർമാവില്ലയുടെ ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. വർഷങ്ങളായി അടുക്കളയിലെ പുകയ്ക്കിടയിലും അപമാനത്തിന്റെ നിഴലിലും ഒതുങ്ങിക്കൂടിയ കാവ്യ ഇന്ന് തറവാടിന്റെ നടുമുറ്റത്ത് തല ഉയർത്തി പുതിയൊരു പ്രതീക്ഷയോടെ നിൽക്കുകയായിരുന്നു. പ്രഭാത ഭക്ഷണം കഴിക്കാൻ എല്ലാവരും മേശപ്പുറത്ത് ഒത്തുചേർന്നു. എപ്പോഴും കാവ്യ വിളമ്പിക്കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാറുള്ള ഗോമതിയമ്മ ഇന്ന് സ്വന്തം കൈകൊണ്ട് കാവ്യയ്ക്കായി കസേര വലിച്ചിട്ടു. കാവ്യയുടെ കൈ പിടിച്ച് അവളെ സ്നേഹത്തോടെ അതിലേക്കിരുത്തി. മോളെ കാവ്യ, ഇനി നീ ഈ വീട്ടിലെ വെറുമൊരു മരുമകളോ വീട്ടുജോലിക്കാരിയോ അല്ല. ഗോമതിയമ്മയുടെ ശബ്ദത്തിൽ അഹങ്കാരത്തിന്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. പകരം ഒരമ്മയുടെ വാത്സല്യം മാത്രമായിരുന്നു. അടുക്കളയിലെ പുകയിൽ കളയേണ്ടതല്ല നിന്റെ ജീവിതം. മറ്റുള്ളവർക്ക് വേണ്ടി നീ പാതി വഴിയിൽ ഉപേക്ഷിച്ച ആ പഠനം നീ വീണ്ടും തുടങ്ങണം. നിന്റെ സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കരുത്. ഈ സമയം വിവേക് തോളിൽ ഒരു ബാഗുമായി അവളുടെ അടുത്തേക്ക് വന്നു. അവൻ വിദേശ സർവകലാശാലയുടെയും രാജ്യത്തെ പ്രമുഖ കോളേജിന്റെയും ഉപരിപഠനത്തിനായുള്ള അഡ്മിഷൻ ഫോമുകളും ഒപ്പം പുതിയൊരു ലാപ്ടോപ്പും അവളുടെ മുന്നിലേക്ക് വെച്ചുകൊടുത്തു. നിന്റെ കഴിവിന് ഈ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങരുത്. വിവേക് കാവ്യയുടെ കണ്ണുകളിലേക്ക് നോക്കി അഭിമാനത്തോടെ പറഞ്ഞു. ഈ ലോകം മുഴുവൻ അറിയുന്ന വലിയൊരു പണ്ഡിതയായി, ബിസിനസ് ലോകത്തെ മികച്ചൊരു സാരഥിയായി നീ മാറണം. തോറ്റുപോയിടത്തു നിന്നും ജയിച്ചു കയറാൻ അറിവിന്റെ പാതയിൽ നിന്റെ മുന്നിൽ വഴികാട്ടിയായി ഇനി ഞാനുണ്ടാകും. കവിത ഓടി വന്ന് കാവ്യയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ചേച്ചി, എന്നോട് ക്ഷമിക്കണം. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാമെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്ന എന്നേക്കാൾ എത്രയോ ഉയരത്തിലാണ് ചേച്ചിയുടെ അറിവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പണമോ വസ്ത്രമോ അല്ല, അറിവാണ് ഒരാളുടെ ഏറ്റവും വലിയ ഭംഗിയെന്ന് ചേച്ചി എന്നെ പഠിപ്പിച്ചു. എനിക്കും ചേച്ചിയെപ്പോലെ വിവരമുള്ളവളാകണം. കാവ്യയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണീർ ഇറ്റു വീണു. എനിക്കും ചേച്ചിയെപ്പോലെ നല്ല മനസ്സുള്ളവളാകണം. കാവ്യയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണീർ ഇറ്റു വീണു. തൻ്റെ സ്വപ്നങ്ങൾ എന്നേക്കുമായി തകർന്നടിഞ്ഞു എന്ന് കരുതിയിടത്തുനിന്ന് തന്നെ അവ വീണ്ടും പൂത്തുലയുകയാണ്. അമ്മായിയമ്മയുടെയും നാത്തൂന്റെയും സ്നേഹത്തോടെയുള്ള അനുഗ്രഹവും ഭർത്താവിൻ്റെ ഉറച്ച പിന്തുണയും ഏറ്റുവാങ്ങി അവൾ വിനോദ് കൊണ്ടുവന്ന ആ അഡ്മിഷൻ ഫോമിൽ ഒപ്പുവെച്ചു. അറിവെന്നത് ആർക്കും തട്ടിയെടുക്കാൻ കഴിയാത്ത വലിയൊരു സ്വത്താണെന്നും പണത്തെക്കാളും പദവിയേക്കാളും ഉയരത്തിൽ അത് മനുഷ്യനെ എത്തിക്കുമെന്നും തെളിയിച്ചുകൊണ്ട് കാവ്യ തൻ്റെ പുതിയ പഠന ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു. വർമാവില്ല എന്ന ഇരുണ്ട തറവാട്ടിലേക്ക് അവൾ അറിവിൻ്റെയും വിനയത്തിൻ്റെയും അണയാത്ത വലിയൊരു വെളിച്ചമായി മാറുകയായിരുന്നു. അതെ, സാഹചര്യങ്ങൾ കൊണ്ട് സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെക്കേണ്ടി വന്ന ഒട്ടനവധി കാവ്യമാർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കാവശ്യമുള്ളത് പരിഹാസമല്ല, മറിച്ച് കൈ പിടിച്ചുയർത്താനുള്ള ചേർത്തുവെക്കലുകളാണ്.
അറിവിന്റെ വെളിച്ചം നിറഞ്ഞ കാവ്യയുടെ ഈ കഥ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മികച്ച കഥകൾ വീണ്ടും കേൾക്കാനായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓൺ ചെയ്ത് വെക്കുക. കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. നന്ദി.